ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന പാഠമാണ് പഠിക്കാനായി പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ. പാഠത്തിന്റെ പേര് പോലെ തന്നെ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സാധാരണ നമുക്ക് അറിയുന്ന നമ്പേഴ്സ് ആണ് 0, 1, 2, 3, 4 എക്സെട്ര. 8ാം ക്ലാസ്സിൽ കുറച്ച് പുതിയ സംഖ്യകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരുന്നു. നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ. അത് മുതലാണ് പൂജ്യത്തിന്റെ പിന്നിലേക്കും നമ്പേഴ്സ് സംഖ്യകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അതായത് -1, -2, -3, -4 എക്സെട്ര. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന സംഖ്യകളെ കുറിച്ചാണ്. അതായത് √2, √3, √5, √6 എക്സെട്ര. ഇതിൽ √1, √4, √9 എക്സെട്ര എന്നിവയൊന്നും പെടില്ല. കാരണം എന്താണ്? √1 എന്നതിന്റെ വാല്യൂ 1 √4 എന്നതിന്റെ വാല്യൂ 2 √9 എന്നതിന്റെ വാല്യൂ 3 1, 2, 3 എന്നിവയൊക്കെ നമുക്ക് അറിയുന്ന സംഖ്യകളാണ്. സോ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് √2, √3, √5 എന്നിവയൊക്കെ ഉത്തരങ്ങളായി വരുന്ന ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് √2ന്റെയും √3ന്റെയും √5ന്റെയും വാല്യൂസ് എത്രയാണെന്ന് നോക്കാം. ഈ 3 സംഖ്യകളുടെ സ്ക്വയർ റൂട്ട്സ് മാത്രം നിങ്ങൾ കാണാതെ പഠിക്കണം. അതിൽ √2 എന്നത് അപ്രോക്സിമേറ്റ്ലി 1.414 ആണ്. √3 എന്നത് അപ്രോക്സിമേറ്റ്ലി 1.732 ആണ്. √5 എന്നത് അപ്രോക്സിമേറ്റ്ലി 2.236 ആണ്. ഇനി ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായി നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളം തരികയും 3ാമത്തെ വശം കണ്ടുപിടിക്കാൻ പറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ടത്രികോണം വരയ്ക്കാം. എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്ന് പറയുന്നത്? അതിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രി കോണിന്റെ അടുത്ത് വരുന്ന 2 വശങ്ങളെ പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങൾ എന്നും ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ലംബവശങ്ങളെ നമുക്ക് AB എന്ന് നെയിം ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണത്തെ C എന്നും നെയിം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ മട്ടത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 സൈഡുകൾ അഥവാ 2 വശങ്ങൾ തരികയും 3ാമത്തെ വശം കണ്ടുപിടിക്കാൻ പറയുകയും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 3 വശങ്ങളും, അതായത് ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങളും ഈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണവും, ഈ 3 വശങ്ങളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് പൈതഗോറസ് തിയറം. ഈ പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അതിനെ കുറിച്ചാണ്, പൈതഗോറസ് തിയറം. എന്താണ് ഈ 3 സൈഡ്സും തമ്മിലുള്ള റിലേഷൻ? A² പ്ലസ് B² ഈക്വൽ ടു C² ആണ്. ഓക്കെ, A² പ്ലസ് B² ഈക്വൽ ടു C² ആണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ എയും ബിയും തന്നാൽ സി കണ്ടുപിടിച്ചൂടെ? ഇനി എയും സിയും തന്നു കഴിഞ്ഞാൽ ബി കണ്ടുപിടിച്ചൂടെ? ബിയും സിയും തന്നു കഴിഞ്ഞാൽ എ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഏതെങ്കിലും 2 സൈഡിന്റെ ലെങ്ത് തന്നു കഴിഞ്ഞാൽ 3ാമത്തെ സൈഡ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതാണ് ഈ പാഠത്തിൽ നിന്നും വരുന്ന ആദ്യത്തെ ചോദ്യം. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എ 1 സെന്റിമീറ്ററും ബിയും 1 സെന്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം C² എന്ന് പറയുന്നത് A² പ്ലസ് B² ആണ്. അതായത് സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ്, ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് A² പ്ലസ് B² ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് എ എന്താണ്? 1 അല്ലേ, അപ്പൊ 1² പ്ലസ് ബി എന്താണ്? അതും 1 അപ്പൊ 1² ഈക്വൽ ടു 1ന്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. പ്ലസ് 1ന്റെ സ്ക്വയർ 1 ആണ്. 1 പ്ലസ് 1 2. അപ്പൊ √2 ആണ് സി എന്ന് നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്
ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വശങ്ങൾ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ വശം കണ്ടുപിടിച്ചൂടെ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കാൻ വന്നത്. ഇനി ഇതേപോലെ നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ഹൈപ്പോട്ടന്യൂസും ഒരു പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ലംബവശവും തന്ന് മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ലംബവശം കണ്ടുപിടിക്കാനായിട്ട് പറയും. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് എ 1 സെന്റിമീറ്റർ ആണെന്നും സി 2 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ബിന്റെ വാല്യൂ എങ്ങനെ കാണാം, ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഈ എ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് എ സ്ക്വയർ. ഇനി ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി ഇവിടെ സി എത്രയാണ്, 2 ആണ്. അപ്പൊ 2 സ്ക്വയർ മൈനസ് എ എത്രയാണ്, 1 ആണ്. 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4 ആണ്. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 4ൽ നിന്നും 1 പോയാൽ എത്ര വരും, 3. അതായത് നമുക്ക് എന്ത് കിട്ടി, ഈ പെർപെൻഡിക്കുലർ സൈഡിന്റെ അല്ലെങ്കിൽ ലംബവശത്തിന്റെ നീളം √3 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡുകൾ തന്നു കഴിഞ്ഞ് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി എന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ് അഥവാ കർണമാണ്. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് സി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെ രണ്ട് വശങ്ങൾ തന്നിട്ട് മൂന്നാമത്തെ വശം നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ അതുപോലെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. എന്താണ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഒരു ത്രികോണത്തിന്റെ ചുറ്റളവിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചുറ്റളവ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ 3 വശങ്ങളും കൂട്ടിയതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ പ്ലസ് ബി പ്ലസ് സി. അതാണ് ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി. 3 വശങ്ങളും കൂട്ടിയത്. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി. അതായത് 1 പ്ലസ് 1 പ്ലസ് √2. 1 പ്ലസ് 1 എത്ര വരും? 2 പ്ലസ് √2. അപ്പൊ പെരിമീറ്റർ, ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ് വന്നത്? 2 പ്ലസ് √2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടില്ലാത്ത മൂന്നാമത്തെ വശം കണ്ടുപിടിക്കണം പൈതഗോറസ് തിയറം ഉപയോഗിച്ച്. അതിനുശേഷം ചുറ്റളവ് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ചോദിക്കുന്നതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അതാണ് ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഹാഫ് എഴുതുന്നു. ഈ ഒരു ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഇത് ഈ പാദം. ഓക്കെ, എത്രയാ? 1 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ഹൈറ്റ്, ഈ ട്രയാങ്കിളിന്റെ ഉയരത്തിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 1. അപ്പൊ എന്ത് വന്നു? 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാ? 1 തന്നെ. 1/2 ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ. അപ്പൊ ആദ്യം തന്നെ അത് എഴുതുന്നു. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതുന്നു. ഓക്കെ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് എന്ന് പറയുന്നത് ഇതാണ് 1. ഹൈറ്റ് അഥവാ ഈ ട്രയാങ്കിൾ അഥവാ ഈ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ഇതല്ലേ? അതായത് √3. 1 ഇൻറ്റു 1 ഇൻറ്റു √3 എന്ത് വന്നു? √3 തന്നെ ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? √3/2 ആണ്. ഇനി ഏതൊരു ഷേപ്പിന്റെ ഏരിയയും അഥവാ പരപ്പളവും കാണുമ്പോൾ ആ ഒരു സെന്റിമീറ്ററിലാണ് അതിന്റെ അളവുകൾ നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്നും, ഇനി സപ്പോസ് നമുക്ക് മീറ്ററിലാണ് അളവുകൾ തന്നിട്ടുള്ളതെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നും യൂണിറ്റ് ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യം. ഒരു ട്രയാങ്കിൾ തരുന്നു. ആ ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ തന്ന് മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയും അഥവാ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ ഇക്വേഷൻ അറിയാം. ജസ്റ്റ് ഇക്വേഷൻ ഇടുക, കണ്ടുപിടിക്കുക. ഇനി അടുത്തതായി ഈ ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടില്ലേ? ഈ ട്രയാങ്കിളിൽ ഏത് വശമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ വശമല്ലേ? ഓക്കെ, അപ്പൊ നമ്മളോട് ഈ വശത്തിനെ സൈഡ് ലെങ്ത് ആയിട്ട് വശങ്ങളുടെ നീളമാക്കിക്കൊണ്ട് ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം വരയ്ക്കുന്നു. ഓക്കെ,
ഇനി ഈ സമചതുരം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. ഈ സമചതുരത്തിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കിയാലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഈ സൈഡാണ്. ഈ സൈഡ് ലെങ്ത് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. അതിപ്പോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, √2 അതായത് ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ 4 വശങ്ങളുടെ ലെങ്ത് √2 വീതമാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പെരിമീറ്ററും ഏരിയയും അഥവാ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കുക? നമുക്കറിയാം, പെരിമീറ്റർ ഓഫ് സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 4 ഇൻറ്റു സൈഡ് ലെങ്ത്, അതായത് 4 ഇൻറ്റു വശങ്ങളുടെ നീളം. ഓക്കെ, അതേപോലെ ഏരിയ ഓഫ് സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് ലെങ്ത് ഹോൾ സ്ക്വയർ, അതായത് വശങ്ങളുടെ നീളത്തിന്റെ സ്ക്വയർ എടുക്കണം. സൈഡ് ലെങ്ത്തിന്റെ സ്ക്വയർ. ഇതാണ് ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4 ഇൻറ്റു സൈഡ് ലെങ്ത്. ഇനി ഒരു സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് ലെങ്ത്തിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവും ഏരിയയും കണ്ടുപിടിച്ചാലോ. പെരിമീറ്റർ ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയർ എത്രയാണ്? ഇക്വേഷൻ നമുക്കറിയാം, 4 ഇൻറ്റു സൈഡ് ലെങ്ത്. ഓക്കെ, അപ്പൊ ഇവിടെ 4 നമ്മൾ അതേപോലെ എഴുതുന്നു. ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയാണ്? നമ്മൾ ആദ്യം തന്നെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും പൈതഗോറസ് തിയറം ഉപയോഗിച്ച്. അപ്പൊ ഇതിന്റെ 4 വശങ്ങളും √2 സെന്റിമീറ്റർ വീതമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൈഡ് ലെങ്ത് √2 എന്ന് എഴുതും. ഈക്വൽ ടു ഉത്തരം എന്താവും? 4 √2 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഇനി ഏരിയ എങ്ങനെ കാണാം? ഏരിയ ഓഫ് സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് സ്ക്വയർ, സൈഡ് ലെങ്ത്തിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സൈഡ് ലെങ്ത് എത്രയാണ്? √2 അല്ലേ? അപ്പൊ √2 ഹോൾ സ്ക്വയർ. √2 ഹോൾ സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം, √x ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? √x ഇൻറ്റു √x എന്ന് വരില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √x ഇൻറ്റു x എന്ന് എഴുതിക്കൂടെ? അതായത് √x² എന്ന് വരും. ഇനി ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, √x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി x മാത്രമാവും. ഓക്കെ, അപ്പൊ ഇവിടെ √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? 2 സെന്റിമീറ്റർ. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവ് 2 സെന്റിമീറ്റർ ആണ്. പെരിമീറ്റർ അഥവാ ചുറ്റളവ് 4 √2 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ, അതായത് ഈ ഒരു ഫിഗറിൽ ഈ ബി, അതായത് ബി എന്ന ഈ സൈഡ്, ഈ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ലംബവശം അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഈ ലംബവശം നീളമാക്കിക്കൊണ്ട് അഥവാ സൈഡ് ലെങ്ത് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇനി ആ സ്ക്വയറിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവും ഏരിയ അഥവാ പരപ്പളവും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ലംബവശം കണ്ടുപിടിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ 4 വശവും എത്രയായിരിക്കും? √3 വീതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താ? 4 ഇൻറ്റു സൈഡ് ലെങ്ത്, അതായത് 4 ഇൻറ്റു വശങ്ങളുടെ നീളം. ഓക്കെ, ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് ലെങ്ത് എത്രയാ? √3. അപ്പൊ എന്ത് വരും? 4 √3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് കാണേണ്ടത് ഏരിയ ഓഫ് സ്ക്വയർ, അതായത് ഈ സമചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇക്വേഷൻ എന്ന് പറയുന്നത് സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ നീളത്തിന്റെ സ്ക്വയർ ആണ്. ഇവിടെ സൈഡ് ലെങ്ത് എത്രയാ? √3 അല്ലേ? അപ്പൊ √3 ഹോൾ സ്ക്വയർ. നമ്മൾ പറഞ്ഞു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് 3 എന്ന് മാത്രമാവും. അപ്പൊ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ ഏരിയ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ 2 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. 2 സെന്റിമീറ്റർ എന്ന് ഒരിക്കലും പറയരുത്, 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ അഥവാ പരപ്പളവിന്റെ ഉത്തരം എഴുതുന്ന സമയത്ത് നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത് ഏതിലാണോ അതിന്റെ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ. ഇനി മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് വേണം എഴുതാനായിട്ട്. പെരിമീറ്ററിലാണെങ്കിൽ നേരിട്ട് സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്ന് എഴുതാം. പക്ഷെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുന്ന സമയത്ത് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് തന്നെ എഴുതണം. ഇനി ഇവിടെ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്, നമുക്കൊരു സ്ക്വയർ അഥവാ ഒരു സമചതുരം തരുന്നു. ഓക്കെ, ഈ സമചതുരത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ഏരിയ, ചുറ്റളവ് അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് തരുന്നു. എന്നിട്ട് സൈഡ് ലെങ്ത് അഥവാ അതിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ഈ സമചതുരത്തിന്റെ പെരിമീറ്റർ നമുക്ക് തരികയാണ് 8 സെന്റിമീറ്റർ ആണെന്ന് തരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4 ഇൻറ്റു സൈഡ് ലെങ്ത് അല്ലേ? ഈ 4 ഇൻറ്റു സൈഡ് ലെങ്ത് ആണ് ഇവിടെ നമുക്ക് 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ 4 ഇൻറ്റു സൈഡ് ലെങ്ത് ഈക്വൽ ടു എന്താണ്? 8 സെന്റിമീറ്റർ ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സൈഡ് ലെങ്ത് കണ്ടുപിടിച്ചൂടെ, അഥവാ വശങ്ങളുടെ നീളം കണ്ടുപിടിച്ചൂടെ? സൈഡ് ഈക്വൽ ടു ഈ 4 ഈ സൈഡിലേക്ക് വന്നാൽ 8/4. 8ൽ എത്ര 4 ഉണ്ട്? 2. അതായത് ഈ സമചതുരത്തിന്റെ ഒരു സൈഡിന്റെ നീളം എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് വശങ്ങൾ തന്നിട്ട് പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുപോലെ ഇവിടെ എന്താണ്? നമുക്ക് പെരിമീറ്റർ തന്നിട്ട് വശങ്ങളും കണ്ടുപിടിക്കാൻ പറയും. അതേപോലെ നമുക്ക് ഏരിയയും കണ്ടുപിടിക്കാൻ പറയും. അതായത് ഇപ്പോ ഈ സ്ക്വയർ അഥവാ ഈ സമചതുരത്തിന്റെ ഏരിയ എന്നത് 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം ചോദിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുക? നമുക്കറിയാം, ഒരു സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് സ്ക്വയർ ആണ്. അതായത് സൈഡ് ലെങ്ത് അല്ലെങ്കിൽ വശങ്ങളുടെ നീളത്തിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. അതായത് സൈഡ് ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ 2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സൈഡ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സൈഡ് ലെങ്ത് ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √2. അതായത് ഈ ഒരു സ്ക്വയർ അഥവാ ഈ ഒരു സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്നത് 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ നീളം എത്രയായിരിക്കും? √2 സെന്റിമീറ്റർ വീതമായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പെരിമീറ്ററും ഏരിയയും തന്നിട്ട് സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ സൈഡിലുള്ള ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഏതൊരു ചോദ്യവും ആൻസർ ചെയ്യാം. അതായത് ആദ്യം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പൈതഗോറസ് തിയറം ആണ്. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ 3 വശങ്ങളും തമ്മിലുള്ള റിലേഷൻ a² + b² = c². ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് 2 വശങ്ങൾ തന്നാലും മൂന്നാമത്തെ വശം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി രണ്ടാമതായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ പെരിമീറ്ററും ഏരിയയും അഥവാ ചുറ്റളവും പരപ്പളവും കാണാനുള്ള ഇക്വേഷൻ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആ ട്രയാങ്കിൾ ത്രികോണത്തിന്റെ 3 വശങ്ങളും കൂട്ടിയത് a+b+c. ഇനി ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ½ ഇൻറ്റു അതിന്റെ പാദത്തിന്റെ അളവ് ഇൻറ്റു ഉയരം. ഇനി ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 4 ഇൻറ്റു സൈഡ് ലെങ്ത്. അതായത് 4 ഇൻറ്റു വശങ്ങളുടെ നീളം. ഇനി ഒരു സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സൈഡ് ലെങ്ത്തിന്റെ സ്ക്വയർ അഥവാ വശങ്ങളുടെ നീളത്തിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്നും വരുന്ന ഏതൊരു ചോദ്യവും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്നും എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നോക്കാം.